സംസ്ഥാന സർക്കാരിന്റെ വികസന നേട്ടങ്ങൾ ജനങ്ങളിലെത്തിക്കാൻ LDF നടത്തുന്ന തെക്കൻ മേഖല വികസന മുന്നേറ്റ ജാഥയ്ക്ക് കുന്നംകുളത്ത് സ്വീകരണം നൽകി. പഞ്ചവാദ്യത്തിന്റെ അകമ്പടിയോടെയാണ് ജാഥയെ പ്രവർത്തകർ വരവേറ്റത്. UDFന്റെ 10 വർഷം മുമ്പുള്ള ഭരണത്തെ കേരളം ഭീതിയോടെയാണ് ഓർക്കുന്നതെന്ന് ജാഥ ക്യാപ്റ്റൻ ബിനോയ് വിശ്വം പറഞ്ഞു. കള്ളപ്രചരണങ്ങളിലൂടെയും നുണക്കോട്ടകൾ കെട്ടിയുമാണ് പ്രതിപക്ഷം സർക്കാരിനെ നേരിടുന്നത്. രാഷ്ട്രീയ മര്യാദ UDF പാലിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. കുന്നംകുളം പഴയ ബസ് സ്റ്റാൻഡിൽ നടന്ന സ്വീകരണ യോഗത്തിൽ സേവ്യർ ചിറ്റിലപ്പിള്ളി MLA അധ്യക്ഷത വഹിച്ചു. സ്വീകരണ യോഗത്തിൽ പ്രമുഖ നേതാക്കളായ CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം M. സ്വരാജ്, K. രാധാകൃഷ്ണൻ MP, യുജിൻ മൊറേലി, PK ജോസഫ്, KV അബ്ദുൾ ഖാദർ, KP രാജേന്ദ്രൻ, PK രാജൻ, KG ശിവാനന്ദൻ എന്നിവർ സംസാരിച്ചു. AC മൊയ്തീൻ MLA, നേതാക്കളായ M. ബാലാജി, K. കൊച്ചനിയൻ, MN സത്യൻ, PG ജയപ്രകാശ്, ഘടകകക്ഷി നേതാക്കൾ തുടങ്ങിയവർ ജാഥയ്ക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് പങ്കെടുത്തു. വഴിയല്ല, ഒറ്റ വഴിയേ ഉള്ളൂ. ആ വഴി വിജയത്തിന്റെ വഴിയാണ്. LDF വിജയിച്ചാലേ കേരളം വിജയിക്കൂ. LDF വിജയിച്ചാലേ ഇന്ത്യ വിജയിക്കൂ. അഥവാ നാം എന്നാൽ വീണുപോയാൽ ഉറപ്പായിട്ടും ജനങ്ങൾ പരാജയപ്പെടും, കേരളവും ഇന്ത്യയും പരാജയപ്പെടും. അതും നമുക്കറിയാം. അതുകൊണ്ടാണ് നാടിൻ്റെ ഭാവിക്ക് വേണ്ടിയും പുത്തൻ ഭാരതത്തിൻ്റെയും കേരളത്തിൻ്റെയും മുന്നേറ്റത്തിന് വേണ്ടിയും നാം ഉറപ്പിച്ച് പ്രഖ്യാപിക്കുന്നത് LDF ആണ് നമ്മുടെ വഴിയെന്ന്. നാടിൻ്റെ വഴി LDF ആണ്, LDF മാത്രമാണ്. അവരുടെ വഴി ഇവിടെ ഇല്ല എന്ന കാര്യം ഉറപ്പാണ്. LDFന്റെ വാർത്താത ഈ രാഷ്ട്രീയ സമരത്തിന് മുമ്പിൽ നാം കാണുന്നത് രണ്ട് പേരുകൾ പറഞ്ഞുകൊണ്ട് നിൽക്കുന്നവരെയാണ്.